ഹലോ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരിടം വരെ പോവാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കൃപാസനമേ കാണാൻ പോവാണേ. അപ്പോൾ ഞാനും വിനീതയും പിന്നെ നമ്മുടെ ലിയോച്ചനും കൂടെ ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ പറവൂരിന്ന് ബസ് പിടിച്ചു. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ലിയോച്ചൻ ആദ്യമായിട്ട് ബസ്സിൽ കയറിയതിൻ്റെ അത്ഭുതത്തിലാണ് കേട്ടോ. എല്ലാം കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ അവൻ ബസ്സിൽ കയറിയിട്ടുണ്ട്, പക്ഷേ അവൻ നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി കേട്ടോ. നേരിട്ടുള്ള ബസ് കിട്ടാത്തതുകൊണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കലവൂർ ബസ്സിന് വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ഓട്ടോയിൽ പോവാം കേട്ടോ. ഇതാ കാണുന്നതാണ് കേട്ടോ കൃപാസനം. ആലപ്പുഴ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ലോകത്തെമ്പാടും അറിയപ്പെടുന്ന മാതാവിൻ്റെ പ്രതിഷ്ഠീകരണ സംവിധാനമാണ് കേട്ടോ കൃപാസനം. അങ്ങനെ നമ്മൾ എത്തി. ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും മുന്നിലുള്ളതുപോലെ തന്നെ കൃപാസനത്തിൻ്റെ മുന്നിലും ഒരുപാട് കടകളും നിറയെ വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻട്രൻസ്. സൈഡിലുള്ള ഈ വഴി കൂടിയാണ് നമ്മൾ കയറുന്നത്. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട് കേട്ടോ. വരുന്നവരെല്ലാവരും ആദ്യം പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ മുന്നേ തിരികെത്തിക്കാനുള്ള വലിയ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ചൂട് സമയത്ത് ഫയർ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിപ്പോൾ എടുത്തു മാറ്റി കേട്ടോ ഇവിടുന്ന്. അതിൻ്റെ കോഷനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുക കേട്ടോ. നല്ല തിരക്കുണ്ട്, എവിടെ നോക്കിയാലും ആളുകളാണ്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഒത്തിരി മനുഷ്യർ ദിവസവും വന്നു പോകുന്ന വിശുദ്ധമായൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ആ കാണുന്ന മാതാവിൻ്റെ മുമ്പിൽ നിന്നാട്ടോ പുതിയ ഉടമ്പടിക്കാർക്കുള്ള പ്രദക്ഷിണം തുടങ്ങുന്നത്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. ലിയോച്ചൻ അപ്പോഴേക്കും ഉറക്കമായി കേട്ടോ. അകത്തേക്ക് ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്ന ഈ ക്യൂ അച്ഛനെ കാണുന്നവർക്കുള്ളൊരു ക്യൂ ആണ് കേട്ടോ. നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറുവാണേ. തമ്മിൽ മുട്ടുന്ന രീതിയിലുള്ള തിരക്കാട്ടോ. വളരെ സ്ലോ ആയിട്ട് ഈ വഴി നടക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ ഉടമ്പടി പുതുക്കാനാട്ടോ വന്നത്. അതിനുവേണ്ടി ടോക്കൺ എടുക്കാൻ നിൽക്കുക കേട്ടോ. ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ടോക്കൺ കിട്ടി കേട്ടോ. ഇതാണ് ടോക്കൺ നമ്പർ. ടോക്കൺ എടുക്കുന്നതിൻ്റെ സൈഡിൽ കാനായിലെ കല്യാണത്തിന് യേശു പ്രവർത്തിച്ച അത്ഭുതത്തിൻ്റെ സ്മരണയായിട്ട് ഒരു വലിയ കൽഭരണി ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് കിണറിൻ്റെ ഭാഗമാണ്. എല്ലാവരും ഇവിടെ നിന്ന് വിശുദ്ധജലം കുടിക്കാറുണ്ട്. ഈ കാണുന്ന കൃപാസനം മിഷൻ സെൻ്റർ ആണ് കേട്ടോ. നമ്മുടെ കൃപാസനത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതുള്ളത്. അത്യാവശ്യം വലിയൊരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട് കേട്ടോ. വരുന്നവർക്ക് ഇവിടെ റെസ്റ്റൊക്കെ എടുക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. ഇവിടെ ചെറിയൊരു ചാപ്പലുണ്ട്. ഇവിടെ നമുക്ക് കുമ്പസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനുശേഷം നമ്മൾ അമ്മയുടെ സന്നിധാനത്തിലേക്ക് വന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുവാണ്. ഇതാട്ടോ നമ്മുടെ കൃപാസനം, അമ്മയുടെ സന്നിധാനം. ഈ കാണുന്നതാണ് നമ്മുടെ കൃപാസനം പ്രസാദവര മാതാവ്. ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഓരോരുത്തർക്ക് വേണ്ടി പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ലിയോച്ചനൊരു വഴക്കില്ലാതെ കിടക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങിണീറ്റ് വന്നതേ ഉള്ളൂ. അതാണ് ഈ ശാന്തത. അങ്ങനെ നമ്മളിനി ഉടമ്പടി പുതുക്കാൻ മുകളിലേക്ക് പോകണം. അതിനായിട്ട് നിൽക്കുക കേട്ടോ. ഈ കാണുന്ന ക്യൂ ഉടമ്പടി പുതുക്കാനുള്ളവരുടെ ക്യൂ ആണ് കേട്ടോ. ഇതിലാണ് നമുക്കും കയറേണ്ടത്. അങ്ങനെ നമ്മൾ കയറി. ഏറ്റവും അവസാനത്തെ സീറ്റാണ് കേട്ടോ കിട്ടിയത്. 613 ടോക്കൺ കിട്ടിയത്. അപ്പോൾ പിന്നെ തിരക്ക് ഊഹിക്കാമല്ലോ. ഉടമ്പടി ക്ലാസ്സാണ് കേട്ടോ ഇത്. ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിനിടയ്ക്ക് ലിയോച്ചൻ ഭയങ്കര അലമ്പാട്ടോ. ഒരു തരത്തിൽ അവൻ ഇരിക്കില്ല. അവസാനം കുറേ കസേരയുടെ മണ്ടക്കേറ്റി ഇരുത്തി. അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ ഗുസ്തിയാണ്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഗുസ്തി കാണിച്ച് അവസാനം ആശാൻ ഉറക്കമായി. അപ്പോൾ ക്ഷീണം കൊണ്ടാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് താഴെ വന്നു കേട്ടോ. ഇനി നമ്മൾ പ്രദക്ഷിണമായിട്ട് ചെന്ന് ഉടമ്പടി പുതുക്കാൻ പോവാണേ. ആ കാണുന്ന നിത്യാരാധന ചാപ്പലിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയുടെ കാൽക്കലിരിക്കുന്ന ആ പേടകത്തിലാണ് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കേണ്ടത്.
അങ്ങനെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിനായി അമ്മയുടെ പത്രവും ഉടമ്പടി നിറച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും എല്ലാം കൊണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ട്രോളുകൾ ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഒന്ന് പറഞ്ഞോട്ടെ, ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായവർ എന്നും എപ്പോഴും അമ്മയുടെ സന്നിധിയിൽ വന്നുകൊണ്ടേയിരിക്കും. എന്നും അവരെ അമ്മ നയിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.